അനാട്ടമി ഓഫ് ഡൈക്കോട്ടിലിഡിനസ് ആൻഡ് മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഡൈക്കോട്ടിലിഡിനസ് റൂട്ട് ഉണ്ട്, ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെം ഉണ്ട്. മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ മോണോകോട്ടിലിഡിനസ് റൂട്ട് ഉണ്ട്, മോണോകോട്ടിലിഡിനസ് സ്റ്റെം ഉണ്ട്. അതേപോലെ തന്നെ ലീഫിൻ്റെ കാര്യത്തിലും ഡൈക്കോട്ട് ലീഫും മോണോകോട്ട് ലീഫും. ഇതിൻ്റെയൊക്കെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് തരത്തിലുള്ള ടിഷ്യൂസൊക്കെയാണ് കാണുന്നത്, ഏത് തരത്തിലുള്ള ടിഷ്യൂ സിസ്റ്റംസ് ഒക്കെയാണ് ഡിഫറെൻറ്റ് പ്ലാന്റ് പാർട്സിൽ കാണുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ഡൈക്കോട്ടിലിഡിനസ് റൂട്ട് ആൻഡ് മോണോകോട്ടിലിഡിനസ് റൂട്ടാണ്. ഓക്കെ, ഡൈക്കോട്ടിലിഡിനസ് റൂട്ട് ആൻഡ് മോണോകോട്ടിലിഡിനസ് റൂട്ട്. ഈ ഡൈക്കോട്ട് റൂട്ട് ആൻഡ് മോണോകോട്ട് റൂട്ട് രണ്ടിൻ്റെയും ഏറ്റവും പുറത്തെ ലെയറിന് നമ്മൾ പറയുന്ന പേരാണ് എപ്പിഡെർമിസ്. റൂട്ടിൻ്റെ എപ്പിഡെർമിസിന് പറയുന്ന പേരാണ് എപ്പിബ്ലെമ. കണ്ടോ, എപ്പിബ്ലെമ എന്നാണ് ഈ റൂട്ടിൻ്റെ എപ്പിഡെർമിസിന് പറയുന്നത്. അതുപോലെ ഈ റൂട്ടിൻ്റെ എപ്പിബ്ലെമ അത് സിംഗിൾ സെല്ലുലാർ എക്സ്റ്റൻഷൻ ആയിട്ട് കാണാറുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് റൂട്ട് ഹെയർ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു സിംഗിൾ സെല്ലുലാർ എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ റൂട്ട് എപ്പിഡെർമിസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാണുന്ന ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, റൂട്ട് ഹെയർ എന്ന് പറയാം. റൂട്ട് ഹെയർ സെല്ലുലാർ ആയിരിക്കും. അത് ഡൈക്കോട്ട് റൂട്ടിൻ്റെയും മോണോകോട്ട് റൂട്ടിൻ്റെയും രണ്ടിൻ്റെയും റൂട്ട് ഹെയർ എന്ന് പറയുന്നത് എപ്പിബ്ലെമയുടെ എക്സ്റ്റൻഷനാണ്. അതുപോലെ ഈ എപ്പിബ്ലെമ ഉണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ കൊണ്ടാണ്, that is called as ട്രൈക്കോബ്ലാസ്റ്റ്. ട്രൈക്കോബ്ലാസ്റ്റ് എന്ന് പറയുന്ന എപ്പിഡെർമൽ സെല്ല് ഉണ്ടാക്കിയിട്ടുള്ള അല്ല കേട്ടോ, റൂട്ട് ഹെയർ. എപ്പിഡെർമൽ സെല്ലിൽ നിന്ന് റൂട്ട് ഹെയർ ഉണ്ടാക്കുന്ന ആ എപ്പിഡെർമൽ സെല്ലിനെ നമ്മൾ പറയുന്ന സ്പെഷ്യൽ പേരാണ് ട്രൈക്കോബ്ലാസ്റ്റ്. ഇത് പണ്ടൊരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് മോണോകോട്ടിലിഡിനസ് റൂട്ടും ഡൈക്കോട്ടിലിഡിനസ് റൂട്ടും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എപ്പിഡെർമിസിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ജനറൽ കോർട്ടെക്സ് ആണ്. ഈ കോർട്ടെക്സിനെ ഹൈപ്പോഡെർമിസ് എന്നും ജനറൽ കോർട്ടെക്സ് എന്നും എൻഡോഡെർമിസ് എന്നും അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടില്ല. എൻഡോഡെർമിസ് ഉണ്ട് ഇതിന്, പക്ഷേ ഹൈപ്പോഡെർമിസും ജനറൽ കോർട്ടെക്സ് ഒന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ ആ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം അത് കംപ്ലീറ്റ് ഒരേ സ്ട്രക്ചർ ഉള്ളത് തന്നെയാണ്. ഹൈപ്പോഡെർമിസ് ഇല്ലവർക്ക്. അതുകൊണ്ട് തന്നെ ആ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം ഇന്റർസെല്ലുലാർ സ്പേസോട് കൂടി പാരൻകൈമ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതാ കണ്ട, ഇത് ഇത്രയും ഭാഗമാണ് അതിൻ്റെ കോർട്ടെക്സ് റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും ഭാഗമാണ് അതിൻ്റെ കോർട്ടെക്സ് റീജിയൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പിങ്ക് കളറിൽ ഒരു ബാരൽ ഷേപ്ഡ് സെല്ലിനെ കിട്ടും. ദിസ് ഈസ് കോൾഡ് ആസ് ദ എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് ആണ് അതിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ ലെയർ എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും ഉള്ളിലത്തെ, അതായത് കോർട്ടെക്സിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ ലെയറാണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. സോ ഹിയർ കോർട്ടെക്സ് ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് പാരൻകൈമ ടിഷ്യൂ. എൻഡോഡെർമിസും പാരൻകൈമ ടിഷ്യൂ തന്നെയാണ്. എൻഡോഡെർമിസ് ഒരുതരം ബാരൽ ഷേപ്ഡ് സെൽസ് ആയിരിക്കും. ഈ ബാരൽ ഷേപ്ഡ് എൻഡോഡെർമിസിൻ്റെ ട്രാൻസ്വേഴ്സ് ആൻഡ് റേഡിയൽ വാൾസിൽ, അതായത് ഈ വാളിൻ്റെ എല്ലാ സൈഡിൽ നിന്നും സുബറിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഈ സുബറിൻ്റെ ഡെപ്പോസിറ്റ് അതൊരു വാക്സി മെറ്റീരിയൽ ആണ് സുബറിൻ എന്ന് പറയുന്നത്. വാട്ടറിന് ഇംപെർമിയബിൾ ആവാൻ എൻഡോഡെർമിസ് വാട്ടർ ഇംപെർമിയബിൾ ആവാനുള്ളൊരു കാരണം ഈ സുബറിൻ ഡെപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എൻഡോഡെർമിസ് നമ്മൾ കാസ്പേരിയൻ സ്ട്രിപ്പ് എന്നാ പറയാം. ഇത് രണ്ടിലും ഉണ്ട്, ഡൈക്കോട്ടിലും മോണോകോട്ടിലും ഈ പറയുന്ന കാസ്പേരിയൻ സ്ട്രിപ്പ് ഉണ്ട് കേട്ടോ. എൻഡോഡെർമിസിന്റെ ഉള്ളിൽ കുറച്ച് ലെയർ ഓഫ് തിക് വോൾഡ് പാരൻകൈമാറ്റസ് സെൽസ് ഉണ്ട്. അതിനെ നമ്മൾ പെരിസൈക്കിൾ എന്ന് പറയും. ഇനി ഇതിന്റെ ഉള്ളിൽ കാണുന്ന കുറച്ച് തിക്ക് ലെയർ പാരൻകൈമ സെൽസ് ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയാ, പെരിസൈക്കിൾ എന്ന് പറയും. അതേപോലെ ഇതിൻ്റെ അകത്ത് സൈലോം ഫ്ലോയി. പെരിസൈക്കിളിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പെരിസൈക്കിളിൽ നിന്നാണ് എന്ത് അറൈസ് ചെയ്തിട്ടുള്ള ലാറ്ററൽ ബ്രാഞ്ചസ് ഓഫ് റൂട്ട്. അത് പെരിസൈക്കിൾ എന്താ പറയാ, ഒരുപാട് ലെയേഴ്സ് ഒന്നുമില്ല, വളരെ കുറച്ച് ലെയേഴ്സ് മാത്രമേ ഉള്ളൂ പെരിസൈക്കിൾ കേട്ടോ. അപ്പോൾ അത് തിക്ക് വോൾഡും ആയിരിക്കും. ഈ പെരിസൈക്കിളിൽ നിന്നാണ് ലാറ്ററൽ റൂട്ടും അതുപോലെ തന്നെ ലാറ്ററൽ റൂട്ട്സ് ഒക്കെ അറൈസ് ചെയ്തിട്ടുള്ളത്. അതായത് ബ്രാഞ്ചസ്, റൂട്ടിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ പെരിസൈക്കിളിൻ്റെ എക്സ്റ്റൻഷൻ കൊണ്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇനീഷ്യേഷൻ ഓഫ് ദ വാസ്കുലാർ ബണ്ടിൽസ് നമുക്ക് കാണാം. ഇതിൻ്റെ ഉൾഭാഗത്തിന് നമ്മൾ എന്താ പറയുക, സ്റ്റീൽ എന്ന് പറയാം. പെരിസൈക്കിൾ അതിൻ്റെ ഉൾഭാഗം നമ്മൾ സ്റ്റീൽ, പെരിസൈക്കിളിൻ്റെ ഉൾഭാഗമല്ല, എൻഡോഡെർമിസിൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ് സ്റ്റീൽ എന്ന് പറയും. പെരിസൈക്കിൾ കുറച്ച് പാച്ച് ഓഫ് സെൽസ് ഇതിലേക്ക് കാണും. പിന്നെ നമുക്ക് അതിൻ്റെ സൈലോം
ഫ്ലോയും അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. ഇത് ഈ ചുമന്ന കളറിൽ കൊടുത്തേക്കുന്ന അതിൻ്റെ സൈലാണ് കേട്ടോ. ഇതിൻ്റെ ചുമന്ന കളറിൽ കൊടുത്തേക്കുന്ന സൈലാണ്. ഇതിൻ്റെ പ്രോട്ടോസൈലം വന്നിട്ട് പുറത്തേക്കും മെറ്റാസൈലം അകത്തേക്കും ഇരിക്കുന്നത്. രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. പ്രോട്ടോസൈലം ടുവേഴ്സ് ദ പെരിഫറി, മെറ്റാസൈലം ടുവേഴ്സ് സെൻറ്റർ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ടിലും എക്സാർക്ക് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് കാണാൻ കഴിയുക. ഇതിൻ്റെ അകത്ത് രണ്ടിനകത്തും എക്സാർക്ക് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്. ദ പ്രൈമറി സൈലം ഇറ്റ് ഷോ എക്സാർക്ക് അറേഞ്ച്മെന്റ്. അതേപോലെ ഫ്ലോയും വന്നിട്ട് ഇടവിട്ട് ഇതാ ഇതിലായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഭാഗത്ത് ഫ്ലോയും ഉണ്ടാവും, ഈ ഭാഗത്ത് ഫ്ലോയും ഉണ്ടാവും, ഈ ഭാഗത്ത് ഫ്ലോയും ഉണ്ടാവും. ഇതിനെ നമ്മൾ റേഡിയൽ ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് എന്നാ പറയാം. രണ്ടിലും അങ്ങനെ തന്നെ, ഡൈക്കോട്ടിലും മോണോകോട്ടിലും അതേപോലെ തന്നെയാണ് റേഡിയൽ അറേഞ്ച്മെന്റ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം എന്നാണ് പറയാം. അതായത് റൂട്ടിന്റെ കേസിലൊക്കെ 2 ഡയമീറ്ററിലാണ് എന്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഈ സൈലവും ഫ്ലോയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയ്ക്കായിട്ട്, അതായത് സൈലം ഇപ്പോൾ അവിടെ ഉണ്ട്, ഫ്ലോയും ഇവിടെ ഉണ്ട്, അതിന്റെ ഇടയിൽ കാണുന്ന ഒരു ടിഷ്യൂ ആണ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇത് നോക്കിക്കത്, ഈ കാണുന്നത് ഫ്ലോയമാണ്, ഈ കാണുന്നത് സൈലമാണ്. അതിന്റെ ഇടയിൽ കൂടെ കാണുന്ന കുറച്ച് ടിഷ്യൂസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കൺജങ്ക്റ്റീവ് ടിഷ്യൂ സാധാരണ ഡൈക്കോട്ട് റൂട്ടിന്റെ കേസിൽ പ്രോമിനന്റ് ആയിട്ട് കാണും, പക്ഷേ മോണോകോട്ട് റൂട്ടിന്റെ കേസിൽ പ്രോമിനന്റ് ആയിട്ട് കാണാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൺജങ്ക്റ്റീവ് ടിഷ്യൂവിന്റെ പ്രത്യേകത ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ സെക്കൻഡറി തിക്കനിങ്. സെക്കൻഡറി തിക്കനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ആ മെറിസ്റ്റമാറ്റിക് സെക്കൻഡറി മെറിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ പറയുന്ന കൺജങ്ക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സൈലവും ഫ്ലോയും ഡിഫറെൻറ്റ് പാച്ചസ് ആയിട്ട് കാണുമ്പോൾ ഡൈക്കോട്ടിലിഡിനസ് റൂട്ടിൻ്റെ കേസിൽ 2 or 4 പാച്ചസോ സൈലം ആൻഡ് ഫ്ലോയും മാത്രമേ കാണുള്ളൂ. ഓക്കെ, അതേപോലെ ക്യാമ്പിയം റിങ് അതിൻ്റെ ഇടയിൽ കൂടെ, സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെ ഇടയിൽ കൂടെ ഈ കൺജങ്ക്റ്റീവ് ടിഷ്യൂ ക്യാമ്പിയം റിങ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കേസിൽ മോണോകോട്ടിലിഡിനസ് റൂട്ടിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ നോക്കിയാൽ ഒരുപാട്, അതായത് ഒരു 6 പോളിയാർക്ക് സൈലം എന്നാണ് പറയാം. അതായത് ഒരുപാട് സൈലം ഫ്ലോയും ബണ്ടിൽസ് നമുക്ക് കാണാൻ കഴിയും. കണ്ട, ഇവിടെ 4 എണ്ണം ഉള്ളതിന് പകരം ഇതിന്റെ താഴത്തേൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3, 6, 7 എണ്ണം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള 6 പോളിയാർക്ക് സൈലം എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 6 മുതൽ 8 വരെയൊക്കെ കാണാറുണ്ട്. അപ്പൊ അതിന് കൊടുത്തിട്ടുള്ള പോളിയാർക്ക് സൈലം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 4ലൊക്കെ കൂടുതൽ സൈലം ഫ്ലോയും ബണ്ടിൽസ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും. ഇനി അതിൻ്റെ പിത്തിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡൈക്കോട്ടിലിഡിനസ് റൂട്ടിൻ്റെ കേസിലാണെങ്കിൽ ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ ദ പിത്ത് ഇറ്റ് ഈസ് ഇൻകോൺസ്പീഷ്യസ് ആൻഡ് സ്മോൾ. അത് വളരെ ചെറുതായിരിക്കും. പക്ഷെ മോണോകോട്ടിലിഡിനസ് റൂട്ടിന്റെ കേസിലാണെങ്കിൽ പിത്ത് വന്നിട്ട് കുറച്ച് എന്തായിരിക്കും, വലുതായിരിക്കും. ഓക്കെ, അതാണ് പിത്ത് ഈസ് ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ് ഇൻ ദ കേസ് ഓഫ് മോണോകോട്ടിലിഡിനസ് റൂട്ട്. സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവില്ല. ഇതാണ് ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും തമ്മിലുള്ള കമ്പാരിസൺ. ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡൈക്കോട്ട് റൂട്ടിനകത്ത് ഡയാർക്ക് അല്ലെങ്കിൽ ടെട്രാർക്ക് ടൈപ്പ് ഓഫ് സൈലം ഫ്ലോയം അറേഞ്ച്മെന്റ് ആയിരിക്കും. അത് 2 or 4 വാസ്കുലാർ ബണ്ടിൽ. മറ്റേതിനകത്ത് 6 മുതൽ 8 വരെ വാസ്കുലാർ ബണ്ടിൽ ഉള്ളതുകൊണ്ട് പോളിയാർക്ക് ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ ആയിരിക്കും മോണോകോട്ടിലിഡിനസ് റൂട്ടിൽ കാണാം. മോണോകോട്ടിലിഡിനസ് റൂട്ടിന്റെ പിത്ത് വന്നിട്ട് കുറച്ച് ലാർജ് ആയിരിക്കും. ഡൈക്കോട്ടിലിഡിനസ് റൂട്ടിന്റെ പിത്ത് വന്നിട്ട് കുറച്ച് ചെറുതായിരിക്കും. അതേപോലെ തന്നെ കൺജങ്ക്റ്റീവ് ടിഷ്യൂ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയ്ക്ക് പ്രോമിനന്റ് ആയിട്ട് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കും ഡൈക്കോട്ട് റൂട്ടില്. പക്ഷേ മോണോകോട്ട് റൂട്ടിന്റെ കേസിൽ ഇത് കൺജങ്ക്റ്റീവ് ടിഷ്യൂ സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നില്ല. കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ടിഷ്യൂ തന്നെ ഇല്ല. പെരിസൈക്കിള് 2 ഉണ്ട്. അതുപോലെ അതിന്റെ സ്റ്റീൽ, 2 സ്റ്റീൽ എന്ന് പറയുന്നത് പെരിസൈക്കിളും വാസ്കുലാർ ബണ്ടിലും അതുപോലെ തന്നെ പിത്ത് റീജിയനുമാണ് കേട്ടോ. അപ്പൊ ആ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് ഓർത്തിരുന്നോളാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വിച്ച് വി ഹാവ് ടു സ്റ്റഡി, ദാറ്റ് ഈസ് ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെം. നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഒരു ട്രാൻസ്ഫോസ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു എപ്പിഡെർമിസ് ഉണ്ട്. അതാണ് ഏറ്റവും പുറത്ത്, ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ സ്റ്റെം എന്ന് പറയുന്നത്. നമ്മൾ അതും ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മും തന്നെയാട്ടോ പഠിക്കാൻ പോകുന്നത്.
നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. സി ഹിയർ ഇത് ഈ എപ്പിഡെർമിസിനെ കവർ ചെയ്തിട്ട് ഒരു തിൻ ക്യൂട്ടിക്കിൾ ഉണ്ടാവും. ഓക്കെ, എപ്പിഡെർമിസിനെ കവർ ചെയ്തിട്ട് ഒരു തിൻ ക്യൂട്ടിക്കിൾ ഉണ്ടാവും. അത് എപ്പിഡെർമിസിലെ ട്രൈക്കോം എന്ന് പറയുന്ന ഒരു ലെയറും ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ സ്റ്റൊമേറ്റ ഉണ്ടാവാറുണ്ട്. സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വളരെ കുറച്ച് സ്റ്റൊമേറ്റ, നമ്മുടെ ലീഫിൽ കാണുന്ന പോലെ അത്ര പ്രോമിനൻ്റ് ആയിട്ട് കാണില്ല എന്ന് മാത്രം, കുറച്ച് എന്താ പറയുക, വളരെ കുറച്ച് നമ്പർ സ്റ്റൊമേറ്റയും ഈ പറയുന്ന സ്റ്റെമ്മിൽ കാണാറുണ്ട്. അതേപോലെ അതിൻ്റെ സ്റ്റീൽ റീജിയൻ അല്ലെങ്കിൽ പെരിസൈക്കിൾ റീജിയനും എപ്പിഡെർമിസിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു മൾട്ടിപ്പിൾ ലെയർ ഓഫ് സെല്ല് കാണാറുണ്ട്. അതിനെ നമ്മൾ കോർട്ടെക്സ് റീജിയൻ എന്നാണ് പറയുക. കോർട്ടെക്സ് റീജിയൻ ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൻ്റെ കേസിൽ കോർട്ടെക്സ് റീജിയനെ ക്ലിയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുറത്തെ ലെയർ ഹൈപ്പോഡെർമിസ് ആണ്. അതേപോലെ അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ വരുന്ന ജനറൽ കോർട്ടെക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്നത് എൻഡോഡെർമിസ് ആണ് കേട്ടോ. ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് കോളൻ കൈമാറ്റ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോളൻ കൈമാറ്റ സെൽസ് കൊണ്ടാണ് ഹൈപ്പോഡെർമിസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മിൻ്റെ കേസിൽ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ള സ്ക്ലീറൻ കൈമാറ്റസ് ടിഷ്യൂ കൊണ്ടാണ് ഹൈപ്പോഡെർമിസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴേക്ക് ജനറൽ കോർട്ടെക്സ് എന്നൊന്നും പറഞ്ഞ് ഡിവിഷൻ ഇല്ല. എപ്പിഡെർമിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ ഹൈപ്പോഡെർമിസ് ആണ് ഉള്ളത്. പക്ഷേ ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിലാണെങ്കിൽ എപ്പിഡെർമിസ് കഴിഞ്ഞാൽ ഹൈപ്പോഡെർമിസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലൂസ്ലി അറേഞ്ച്ഡ് പാരൻ കൈമാറ്റസ് ടിഷ്യൂ ഉണ്ട്. അതാണ് അതിൻ്റെ ജനറൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ജനറൽ കോർട്ടെക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ നമുക്ക് എൻഡോഡെർമിസ് കാണാൻ പറ്റും. ഈ എൻഡോഡെർമിസ് ലെയർ എന്ന് പറയുന്ന ഒരു സംഗതി മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ ഇല്ല. മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ നമുക്ക് എൻഡോഡെർമിസ് എന്ന് പറയുന്ന ഒരു ലെയർ കാണാൻ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മിൻ്റെ കേസിൽ നമ്മൾ നോക്കിയാൽ ഇതാ കണ്ടോ, ഈ വാസ്കുലാർ ബണ്ടിൽസ് ഒക്കെ ഇങ്ങനെ സ്കാറ്റർ ആയിട്ടാണ് കാണുന്നത്. വാസ്കുലാർ ബണ്ടിൽസിൻ്റെ പുറത്തൊക്കെ ആയിട്ട് എൻഡോഡെർമിസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡിഫറൻഷിയേറ്റഡ് ലെയർ എന്നൊന്നും പറഞ്ഞ് നമുക്ക് കാണാനില്ല. അതുകൊണ്ട് തന്നെ മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മിൻ്റെ കേസിൽ ഇത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിഫറൻഷിയേഷൻ, അതായത് ഇതിൻ്റെ എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ്, ജനറൽ കോർട്ടെക്സ്, എൻഡോഡെർമിസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള സ്റ്റീലൊക്കെ ഡിവൈഡ് ചെയ്യാൻ പാകത്തിനെല്ലാം ഒരു റിങ്ങിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഇങ്ങനെ സ്കാറ്റർ ആയിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് അതിനെ ക്ലിയർ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പിഡെർമിസും ഹൈപ്പോഡെർമിസും വാസ്കുലാർ ബണ്ടിലും അതേപോലെ തന്നെ ഏറ്റവും ഉള്ളിലത്തെ ഗ്രൗണ്ട് ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ഡിഫറൻസിയേഷൻ ഒന്നും കാണിക്കുന്നില്ല മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ കേട്ടോ. ഇനി എൻഡോഡെർമിസ് എന്ന് പറയുന്ന ആ ഒരു ലെയർ വളരെ അടുത്തടുത്തായിരിക്കും അതിൻ്റെ സെൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ സ്റ്റാർച്ച് ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റാർച്ച് ഷീത്ത് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ പെരിസൈക്കിൾ ആണ്. പെരിസൈക്കിൾ ഇറ്റ് ഈസ് പ്രസന്റ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസ്. എൻഡോഡെർമിസിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് എന്താ കാണുക, പെരിസൈക്കിൾ കാണുക. ഈ പെരിസൈക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത് സ്ക്ലീറൻ കൈമ, പാച്ചസ് ഓഫ് സ്ക്ലീറൻ കൈമ ടിഷ്യൂ കൊണ്ടാണ് കേട്ടോ. പാച്ചസ് ഓഫ് സ്ക്ലീറൻ കൈമ ടിഷ്യൂ കൊണ്ടാണ് പെരിസൈക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സി ദ വാസ്കുലാർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റിംഗ്. വാസ്കുലാർ ബണ്ടിൽസ് ഒരു റിങ്ങിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഇൻ ദ കേസ് ഓഫ് ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെം. കണ്ട, ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൻ്റെ കേസിൽ ഏത് തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ആണ്? ഇറ്റ് ഈസ് ഷോയിങ് ദ കൺജോയിൻ കൊളാറ്ററൽ അറേഞ്ച്മെന്റ്. അതായത് ഒരേ റേഡിയസിൽ കൊളാറ്ററൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോയും വന്നിട്ട് പെരിഫറിയിലേക്കും സൈലം ഉൾഭാഗത്തേക്കും ആയിരിക്കും കാണുക. അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൻ്റെ കേസിൽ നമുക്ക് ഒരു മെരിസ്റ്റം കാണാൻ കഴിയും. പക്ഷേ മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മിൻ്റെ കേസിൽ നമുക്ക് ഈ വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തേക്കുന്ന കൺജോയിൻ്റ് ആയിട്ട് തന്നെയാണ്. പക്ഷേ അവിടെ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽസ് ആയിരിക്കും. അവിടെ എന്തില്ല, അവിടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇല്ല. അപ്പോൾ വാസ്കുലാർ ബണ്ടിൽസ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ റിംഗ് ഇവിടെ. പക്ഷേ വാസ്കുലാർ ബണ്ടിൽസ് ഇൻ ദ കേസ് ഓഫ് മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ് ഇറ്റ് ഈസ് സ്കാറ്റേർഡ്. ഇത് സ്കാറ്റർ ചെയ്തിട്ടാണ് കാണുക. ആ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ പെരിഫറിയിൽ കാണുന്ന വാസ്കുലാർ ബണ്ടിൽസ് കുറച്ച് സ്മോളും അതുപോലെ ഇന്നർ ഭാഗത്ത് കാണുന്ന വാസ്കുലാർ ബണ്ടിൽസ് കുറച്ച് വലുതും ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് മോണോകോട്ടിലിഡിനസ് സ്റ്റെം. അങ്ങനെ ഒരു പ്രത്യേകത ഇതിലില്ല. ഇതൊരു റിങ്ങിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള പാറ്റേൺ നമുക്ക് ഇവിടെ കിട്ടും. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഉൾഭാഗത്ത് കാണുന്ന സെൽസ് ആണ് പിത്ത്. ആ പിത്ത് എന്ന് പറയുന്നത് പാരൻ കൈമാറ്റസ് ടിഷ്യൂ ആണ് കേട്ടോ. പിത്ത് എന്ന് പറയുന്ന പാരൻ കൈമാറ്റസ് ടിഷ്യൂ. പക്ഷേ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൻ്റെ കേസിൽ പിത്ത് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് റീജിയൻ ഒന്നും ഇതിനകത്ത് കാണാനില്ല. അതേപോലെ ഈ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൻ്റെ ഫ്ലോയത്തിൽ പാരൻ കൈമ ഇല്ല കേട്ടോ. നമ്മളത് ഫ്ലോയം പാരൻ കൈമ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൻ്റെ മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ ഇതില്ല, ഫ്ലോയം പാരൻ കൈമ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ
ഇവിടെ പിത്ത് എന്ന് പറയുന്ന ആ ഒരു റീജിയനിലുള്ള സെൽസ് പാരൻകൈമ ടിഷ്യൂ ആണ് ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൻ്റെ കേസിൽ. അപ്പോൾ ഈ പിത്ത് വന്നിട്ട് ഈ രണ്ട് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണും. ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണും. ഇതിന് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ മെഡുലറി റേസ് എന്നാണ് പറയാം. ഈ ഇതിൻ്റെ അകത്തുനിന്ന് പാരൻകൈമ ടിഷ്യൂ ഇതിൻ്റെ ഇടയിൽ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നതിന് നമ്മൾ എന്ത് പറയും? മെഡുലറി റേസ് എന്ന് പറയും. ഈ മെഡുലറി റേസിന് ഒരു റോളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയ്ക്ക് കാണുന്ന ഈ ക്യാമ്പിയം റിംഗ് ഉണ്ടല്ലോ, അതായത് വാസ്കുലാർ ബണ്ടിലിൻ്റെ ഇടയിൽ കാണുന്ന വാസ്കുലാർ ക്യാമ്പിയം, അത് നമ്മൾ ഇൻട്രാവെസിക്കുലാർ ക്യാമ്പിയം എന്നാ പറയാം. അത് ഈ പ്ലാന്റ് ഉണ്ടാവുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഈ പ്ലാന്റ് ഉണ്ടാവുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് പ്രൈമറിലി കാണുന്നതാണ്. ഇനി അത് കുറച്ച് പ്ലാന്റ് കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഇന്നർ തിക്കനിങ് വന്നു തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് ഒരു കംപ്ലീറ്റ് റിങ് ഉണ്ടാവണമെങ്കിൽ ഈ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ക്യാമ്പിയവും വേറെ അതിൻ്റെ ഇടയിൽ കൂടിയുള്ള ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയവും ഒരുമിച്ച് വർക്ക് ചെയ്യണം അല്ലേ. ആ ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയായിട്ട് ആക്ട് ചെയ്യുന്നത് പിന്നെ ഈ പാരൻകൈമ ടിഷ്യൂവിൻ്റെ എക്സ്റ്റൻഷനാണ്. വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിൽ കൂടിയുള്ള പാരൻകൈമ ടിഷ്യൂവിൻ്റെ എക്സ്റ്റൻഷനാണ്. അതെന്താ? മെഡുലറി റേസ് ആണ് അല്ലേ. അപ്പോൾ ആ മെഡുലറി റേസ് വന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മെരിസ്റ്റമാറ്റിക് ആവുകയും അത് ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയം ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ലാറ്ററൽ മെരിസ്റ്റം, ഇൻട്രാ ആൻഡ് ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയം ഇൻ ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെം, അതിനകത്ത് ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം ഇറ്റ് ഈസ് പ്രൈമറി ആൻഡ് ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയം ഇറ്റ് ഈസ് സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച് ഓർക്കണ്ടോ. അപ്പോൾ ഇവിടെ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടാവും. ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത് മെഡുലറി റേസ് ആണ്. മെഡുലറി റേസ് എന്ന് പറയുന്നത് വളരെ വലിയ പിത്താണ് ഇവർക്കുള്ളത് അല്ലേ. ആ സെൻട്രൽ സ്പേസ് പോർഷൻ ഓഫ് ദ സ്റ്റെം ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പിത്ത് അവർക്ക് വലുതാണ് കണ്ട, വലിയ പിത്താണ് ഇവർക്കുള്ളത്. ആ പിത്തിൻ്റെ പിത്തിൻ്റെ ഭാഗത്തിരിക്കുന്ന സെൽസ് ഒക്കെ എന്താണ്? അത് പാരൻകൈമാറ്റസ് ടിഷ്യൂ ആണ്. ആ പാരൻകൈമാറ്റസ് ടിഷ്യൂ രണ്ട് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിൽ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിന് മെഡുലറി റേസ് എന്ന് പറയും. ആ മെഡുലറി റേസ് ആണ് സെക്കൻഡറി തിക്കനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയം ആവുകയും ആ ക്യാമ്പിയം റിങ് അതിൻ്റെ മെച്യൂരിറ്റി എത്തുമ്പോൾ കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു യൂണിഫോം തിക്കനിങ് അതിൻ്റെ സ്റ്റീൽ റീജിയനിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അതേപോലെ ഇതിൻ്റെ പ്രോട്ടോസൈലം ഇറ്റ് വിൽ ബി ടുവേഴ്സ് ദ സെൻറ്റർ റീജിയൻ, മെറ്റാസൈലം ഇറ്റ് വിൽ ബി ടുവേഴ്സ് ദ പെരിഫറൽ റീജിയൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് എൻഡാർക്ക് ടൈപ്പ് ഓഫ് പ്രൈമറി സൈലം ഈസ് പ്രസൻറ്റ് ഇൻ ദ കേസ് ഓഫ് ദിസ് സ്റ്റെം. ഓക്കെ, എൻഡാർക്ക് ടൈപ്പ് ഓഫ് സൈലാണ് അവർക്ക് കാണാം. പിന്നെ okay, so this is all about the dicotyledonous stem and monocotyledonous stem. But dicot stem ഉം monocot stem ഉം തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ കോർട്ടെക്സ് ഹൈപ്പോഡെർമിസും ജനറൽ കോർട്ടെക്സും എൻഡോഡെർമിസും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ. പക്ഷെ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നില്ല മോണോക്കോട്ട് സ്റ്റെമ്മിൽ, ഹൈപ്പോഡെർമിസ് മാത്രമേ ഉള്ളൂ. പിന്നെ വാസ്കുലാർ ബണ്ടിൽസ് ഒരു റിങ്ങിലായിരിക്കും കാണുക ഡൈക്കോട്ട് സ്റ്റെമ്മിൽ, പക്ഷെ മോണോക്കോട്ട് സ്റ്റെമ്മിൽ അത് സ്കാറ്റർ ആയിട്ടായിരിക്കും കാണുക. ആ സ്കാറ്റർ ആയിട്ട് കാണുന്നതിൽ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വന്നിട്ട് അതൊരു റിങ്ങിലാണ് കാണുന്നതെങ്കിൽ മറ്റേത് അതിൽ എല്ലാം വലിപ്പം ഒരുപോലെയാണെങ്കിൽ മോണോക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ വന്നിട്ട് പെരിഫറിയിൽ സ്മോളും സെൻറ്ററിൽ ലാർജും ആയിരിക്കും. രണ്ടിനകത്തും എൻഡാർക്ക് ടൈപ്പ് ഓഫ് പ്രൈമറി സൈലമാണ് കാണാൻ കഴിയുക. അതേപോലെ നമ്മൾ നോക്കിയാൽ ഈ പെരിസൈക്കിൾ എന്ന് പറയുന്ന റീജിയൻ ഒന്നും ക്ലിയർ ആയിട്ട് ഈ മോണോക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ ഉണ്ടാവില്ല. പെരിസൈക്കിൾ ഒരു സിംഗിൾ ലെയർ ഓഫ് പാച്ച് ഓഫ് ടിഷ്യൂ ആണ്. എൻഡോഡെർമിസിൻ്റെ കീഴെ കാണുന്ന ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ സ്ക്ലിറൻ കൈമാറ്റസ് ആണ്. പിത്ത് വന്നിട്ട് വളരെ വലിയ പിത്താണ് ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ. പിത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല മോണോക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ. പിത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മെഡുലറി റേസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ. മോണോക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ അങ്ങനെയൊന്നും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിന് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിൽ കാണുന്ന ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം പ്രൈമറിയും ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയം സെക്കൻഡറിയും ഉണ്ടാവുന്നത് കൊണ്ട് അവിടെ സെക്കൻഡറി തിക്കനിങ് ഉണ്ടാവും. മോണോക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൻ്റെ കേസിലാണെങ്കിൽ അവിടെ തിക്കനിങ് ഉണ്ടാവുന്നില്ല, സെക്കൻഡറി തിക്കനിങ് ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോക്കോട്ട് സ്റ്റെം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൈക്കോട്ടിലിഡിനസ് ലീഫ് ആൻഡ് മോണോക്കോട്ടിലിഡിനസ് ലീഫ്. അത് നമ്മൾ സെപ്പറേറ്റ് പറയാം കേട്ടോ. ഡൈക്കോട്ടിലിഡിനസ് ലീഫും മോണോക്കോട്ടിലിഡിനസ് ലീഫും ഞാൻ ആദ്യം തന്നെ കമ്പയർ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഞാൻ ആദ്യം തന്നെ ഡൈക്കോട്ടിലിഡിനസ് ലീഫ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് മോണോക്കോട്ടിലിഡിനസ് ലീഫ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുതരാം. ഡൈക്കോട്ടിലിഡിനസ് ലീഫ് എന്ന് പറഞ്ഞാൽ ഡോർസി വെൻട്രലാ. എന്താ ഈ ഡോർസി വെൻട്രൽ എന്ന് പറയുന്നത്? ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡോർസൽ സർഫസും വെൻട്രൽ സർഫസും ക്ലിയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് അതിനൊരു പുറം
ഭാഗവും അകം ഭാഗവും ഉണ്ട്. ആ പുറം ഭാഗവും അകം ഭാഗവും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. ഒരു ഇല നേരെ സൂര്യപ്രകാശത്തിലേക്ക് നിൽക്കുന്ന ആ ഇലയുടെ മോൾ ഭാഗത്തിന് നമ്മൾ അതിൻ്റെ അഡാക്സിയൽ സൈഡ് എന്നും അതിൻ്റെ താഴ്ഭാഗത്തേക്ക് നിൽക്കുന്നതിന് അബാക്സിയൽ സൈഡ് എന്നുമാണ് പറയാം. അതായത് പച്ച കളർ കൂടുതലുള്ള ഭാഗമാണ് സൂര്യപ്രകാശത്തിലേക്ക്, അതായത് സൺലൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, അതിന് നമ്മൾ അഡാക്സിയൽ സൈഡ് എന്നും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ലൈറ്റ് ഗ്രീൻ കളറിന് നമ്മൾ അബാക്സിയൽ സൈഡ് എന്നുമാണ് പറയാം. അപ്പോൾ ഈ അഡാക്സിയൽ സൈഡും അബാക്സിയൽ സൈഡും കവർ ചെയ്തിട്ട് എപ്പിഡെർമിസ് ഉണ്ട്. അതിന് അഡാക്സിയൽ എപ്പിഡെർമിസ് എന്നും അബാക്സിയൽ എപ്പിഡെർമിസ് എന്നും പറയും. ഈ അബാക്സിയൽ സൈഡ് സൂര്യരശ്മിയിലേക്ക് നേരെ തിരിഞ്ഞിരിക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വാട്ടർ ലോസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അബാക്സിയൽ സൈഡിലാണ് സാധാരണ സ്റ്റൊമാറ്റയൊക്കെ കാണുക. അതുപോലെ സ്റ്റൊമാറ്റൽ അപ്പർച്ചറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്റ്റൊമാറ്റൽ അപ്പർച്ചർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഗാർഡ് സെൽ, സബ്സിഡിയറി സെൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനി ഞാൻ പറയുന്നില്ല. ഇനി അതിൻ്റെ താഴെ ഈ രണ്ട് എപ്പിഡെർമൽ ടിഷ്യൂവിൻ്റെയും താഴെ കാണുന്ന സെൽസ് ആണ് മീസോഫിൽ സെൽസ്. ഈ മീസോഫിൽ സെൽസിൻ്റെ ഫംഗ്ഷൻ ഫോട്ടോസിന്തസിസ് ആണ്. ഈ മീസോഫിൽ സെൽസ് ഉണ്ടാക്കിയിട്ടുള്ള പാരൻകൈമ ടിഷ്യൂ കൊണ്ടാണ്. ഡൈക്കോട്ടിലിഡിനസ് ലീഫിന്റെ കേസിൽ മീസോഫിൽ സെൽസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പാലിസൈഡ് പാരൻകൈമയും ഒന്ന് സ്പോഞ്ചി പാരൻകൈമയും. പാലിസൈഡ് പാരൻകൈമ എന്ന് പറയുന്നത് എലോങ്ങേറ്റഡ് സെൽസ്, അത് പില്ലർ പോലെ അറേഞ്ച് ചെയ്തേക്കുന്ന, പില്ലർ പോലെ പാരലായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതാണ് പാലിസൈഡ് പാരൻകൈമ എന്ന് പറയുന്നത്. സ്പോഞ്ചി പാരൻകൈമ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് എന്താ പറയുക ഓവൽ ഷേപ്ഡ് സെൽസ് ആയിരിക്കും. അതേപോലെ അത് അറേഞ്ച് ചെയ്തിട്ടുള്ള ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എയർ ക്യാവിറ്റീസും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അതേപോലെ നമുക്ക് വാസ്കുലാർ ബണ്ടിൽസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺജോയിൻറ്റ് കൊളാറ്ററൽ ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുക. സാധാരണ വാസ്കുലാർ ബണ്ടിൽസ് കാണുന്നത് വെയിൻസിൻ്റെ മിഡ്രിബിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും കാണുക. അതുപോലെ വെയിൻ്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സൈസ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് വലിയ വെയിൻ്റെ ഉള്ളിൽ വലിയ വാസ്കുലാർ ബണ്ടിൽസും ചെറിയ വെയിൻ്റെ ഉള്ളിൽ ചെറിയ വാസ്കുലാർ ബണ്ടിൽസും ആയിരിക്കും കാണാം. ഓക്കെ, അതേപോലെ ഡൈക്കോട്ടിലിഡിനസ് ലീഫിൻ്റെ വീനേഷൻ, അത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്, നമ്മൾ മോർഫോളജിയിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ വാസ്കുലാർ ബണ്ടിൽസ്, ഡൈക്കോട്ടിലിഡിനസ് ലീഫിൻ്റെ കേസിൽ ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ തിക് വാൾഡ് ബണ്ടിൽ ഷീറ്റ് സെൽ കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. സൈലം vascular xylem, the position of xylem and phloem vascular bundles, അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കേസിൽ. ഞാൻ പറഞ്ഞുതരാം. സി ഹിയർ, ഇതിൻ്റെ അകത്ത് എപ്പിഡെർമിസ്, ഇതാണ് അഡാക്സിയൽ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഇത് അബാക്സിയൽ എപ്പിഡെർമിസ് ആണ്. സാധാരണ അബാക്സിയൽ എപ്പിഡെർമിസിൽ ക്യൂട്ടികൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൊമാറ്റോ എവിടെയാണല്ലോ ഇരിക്കുന്നത്, ആ സ്റ്റൊമാറ്റോയിൽ കൂടെയുള്ള വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ക്യൂട്ടികൾ ഉണ്ടാവും. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന മീസോഫിൽ സെൽസ്, ഇത് പാലിസൈഡ് പാരൻകൈമ, ഇത് സ്പോഞ്ചി പാരൻകൈമയാണ്. പാലിസൈഡ് പാരൻകൈമ അവിടെ വലിയ ഇൻറ്റർസെല്ലുലാർ സ്പേസ് ഒന്നും ഇല്ലാതെ പില്ലർ പോലെ പാരലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ സ്പോഞ്ചി പാരൻകൈമ ഇൻറ്റർസെല്ലുലാർ സ്പേസോട് കൂടി എയർ ക്യാവിറ്റിയോട് കൂടിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് സ്പോഞ്ചി പാരൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ സബ്സ്റ്റൊമേറ്റൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റൊമാറ്റയുടെ ഉള്ളിലേക്ക് കാണുന്ന ആ ഒരു ക്യാവിറ്റിനെയാണ് സബ്സ്റ്റൊമേറ്റൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റ എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് നമുക്കറിയാലോ, ഗേഷ്യസ് എക്സ്ചേഞ്ചിനും അതുപോലെ തന്നെ ട്രാൻസ്പിറേഷനും വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റൊമാറ്റ. ഇനി വാസ്കുലാർ ബണ്ടിൽസിൽ ഇതിലെ അറേഞ്ച്മെന്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹിയർ ദ വാസ്കുലാർ ബണ്ടിൽസ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ സച്ച് എ മാനർ xylem ടുവേഴ്സ് ദ അഡാക്സിയൽ എപ്പിഡെർമിസ്. അഡാക്സിയൽ എപ്പിഡെർമിസിലേക്ക് ഇതായിട്ടായിരിക്കും xylem ഇരിക്കുക. ഫ്ലോയം ഇറ്റ് ഈസ് ടുവേഴ്സ് ദ അബാക്സിയൽ എപ്പിഡെർമിസ്. ഫ്ലോയം അബാക്സിയൽ എപ്പിഡെർമിസിലേക്ക് തിരിഞ്ഞായിരിക്കും ഇരിക്കുക. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഫ്ലോയം ടുവേഴ്സ് അബാക്സിയൽ എപ്പിഡെർമിസ് ഓർ അബാക്സിയൽ റീജിയൻ, അതായത് ഇലയുടെ താഴ്ഭാഗത്തേക്കാണ് ഫ്ലോയം കാണുന്നതെങ്കിൽ ഇലയുടെ മേൽഭാഗത്തേക്ക്, അതായത് അഡാക്സിയൽ സൈഡിലേക്കായിരിക്കും xylem തിരിഞ്ഞിരിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ഡൈക്കോട്ടിലിഡിനസ് ലീഫ്. ഇനി ഐസോബൈലാറ്ററൽ ലീഫ് അല്ലെങ്കിൽ മോണോകോട്ടിലിഡിനസ് ലീഫ്. എന്താണ് ഐസോബൈലാറ്ററൽ ലീഫ് എന്ന് പറയുന്നത്? അവർ ഡോർസി വെൻട്രൽ സർഫസ് ഒന്നുമില്ല. അവർ നിൽക്കുന്ന തന്നെ നേരെ ഇങ്ങനെയായിരിക്കും നിൽക്കുക. നേരെ എന്താ പറയുക, ഇങ്ങനെയൊരു സ്ട്രക്ചർ ആയിരിക്കും. അത് ഇങ്ങനെ നിൽക്കില്ല, ഇങ്ങനെ നേരെ തിരിഞ്ഞിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു അനാട്ടമിക്കാണ് നമ്മൾ ഐസോബൈലാറ്ററൽ ടൈപ്പ് ഓഫ് അനാട്ടമി എന്ന് പറയുന്നത്. അത് കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഡൈക്കോട്ടിലിഡിനസ് ലീഫിൽ നിന്ന് കുറേ ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഐസോബൈലാറ്ററൽ ലീഫ് രണ്ട് സൈഡും ഒരേപോലെ സണ്ണിന് എക്സ്പോസ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റൊമാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ഈക്വൽ ആയിട്ടായിരിക്കും രണ്ട് സൈഡിലേക്കും. ഓക്കെ, അതുപോലെ അതിൻ്റെ മീസോഫിൽ സെൽസ്, അതിൻ്റെ ഉള്ളിൽ കാണുന്ന മീസോഫിൽ സെൽസ് ആണ്. മീസോഫിൽ സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പാലിസൈഡ് പാരൻകൈമാന്നോ സ്പോഞ്ചി പാരൻകൈമാന്നോ ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ ഈ
ഐസോബൈലാറ്ററൽ ലീഫിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ എപ്പിഡെർമൽ സെൽസും അതുപോലെ വെയിൻസും ഒക്കെ കൂടി കൂടിയിട്ട് മോഡിഫൈ ചെയ്തിട്ട് ഒരു വലിയ കളർലെസ് ആയിട്ടുള്ള എംടി സെൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് നമ്മൾ ബുള്ളിഫോം സെൽസ് എന്നാ പറയാ. ഈ ബുള്ളിഫോം സെൽസ് വാട്ടറിനെ അബ്സോർബ് ചെയ്ത് അത് ടർജിഡ് ആവാനും വാട്ടറിനെ ലീവ് ചെയ്തിട്ട് അത് ഒരു എന്താ പറയാ പ്ലാസ്മോളൈസ്ഡ് കണ്ടീഷനിലാവാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വെള്ളം അവൈലബിലിറ്റി ഉള്ളപ്പോൾ അല്ലെങ്കിൽ സൺലൈറ്റ് ഒരുപാട് ഇല്ലാത്ത സമയത്ത് അവർ എന്താ പറയുക സൺലൈറ്റ് ഒരുപാട് ഇല്ലാത്ത സമയത്ത് അവർ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് നിൽക്കും. അതായത് ലീഫ് ഇങ്ങനെ തുറന്നിരിക്കുന്ന രീതിയിലായിരിക്കും. പക്ഷെ അതിന് വാട്ടർ സ്കാഴ്സിറ്റി വരുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബുള്ളിഫോം സെൽസിൻ്റെ ഉള്ളിലുള്ള വെള്ളം മുഴുവൻ പുറത്തേക്ക് പോവുകയും അതേപോലെ തന്നെ ആ ഇല ഇങ്ങനെ ചുരുണ്ട് നിൽക്കുകയും ചെയ്യും. ഇതെന്തിനു വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം കൂടുതലുള്ളപ്പോൾ അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ളപ്പോൾ വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ് കേട്ടോ. അതിൻ്റെ വീനേഷൻ വന്നിട്ട് മോണോകോട്ടിലിഡിനസ് ലീവ്സിൽ കാണുന്ന പാരലൽ ടൈപ്പ് ഓഫ് വീനേഷനാണ്. വാസ്കുലാർ ബണ്ടിൽസ് കാണുന്ന മെയിൻ വെയിൻസിൽ കൂടെയാണ്. ഓക്കെ, മെയിൻ വെയിൻസിൽ കൂടെ കാണുന്ന വാസ്കുലാർ ബണ്ടിൽസ് നമുക്ക് സൈലോം ഫ്ലോയും രണ്ടും കാണാൻ പറ്റും. രണ്ടും അറേഞ്ച് ചെയ്തേക്കുന്ന കൺജോയിൻ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് തന്നെയാണ് ഇതിനകത്തും കാണുന്നത്. Okay, so this is all about the monocotyledonous leaves. Monocotyledonous leaves ഉം dicotyledonous leaves ഉം തമ്മിലുള്ള വ്യത്യാസം പാലിസൈഡ് പാരൻകൈമയും സ്പോഞ്ചിയും പാരൻകൈമയും ഇല്ല. ബുള്ളിഫോം സെൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് എന്താ പറയുക അബാക്സിയൽ അഡാക്സിയൽ എപ്പിഡെർമിസിന് വലിയ റോളൊന്നുമില്ല. അത്രയൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് പഠിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡറി ഗ്രോത്ത് ആണ് കേട്ടോ. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെം അല്ലെങ്കിൽ ഒരു റൂട്ട് അല്ലെങ്കിൽ ഒരു ലീഫ് അതിൻ്റെ എപ്പിക്കൽ മെറിസ്റ്റം ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അത് അതിൻ്റെ പ്രൈമറി ഗ്രോത്ത് ആണ്. അതിൻ്റെ നീളം കൂടാൻ വേണ്ടിയിട്ടുള്ള ഗ്രോത്ത് ആണ്. അത് കഴിഞ്ഞ് അതല്ലാതെ അതിൻ്റെ ഗിർത്ത് കൂടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വിട്ട് കൂടാൻ വേണ്ടിയിട്ടുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയുക സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി ഗ്രോത്ത് വഴി ഗ്രോത്തിൽ ലാറ്ററൽ മെറിസ്റ്റം ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ലാറ്ററൽ മെറിസ്റ്റം രണ്ട് തരത്തിലുണ്ട്. വാസ്കുലാർ ക്യാമ്പിയം ഉണ്ട്, അതേപോലെ തന്നെ കോർ ക്യാമ്പിയം ഉണ്ട്. വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാണുന്നതിനെ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്നും അതുപോലെ തന്നെ രണ്ട് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിൽ കാണുന്നതിന് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്നും നമുക്ക് സ്റ്റെമ്മിൻ്റെ കേസിൽ പറയാം. റൂട്ടിൻ്റെ കേസിൽ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനില്ല. ഈ ക്യാമ്പിയൽ റിങ്ങിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് സ്റ്റീലിൻ്റെ തിക്നെസ് കൂടും. ആ സ്റ്റീലിൻ്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് കോർട്ടെക്സ് റീജിയൻ്റെയും തിക്നെസ് കൂടേണ്ടതുള്ളത് കൊണ്ട് കോർട്ടെക്സ് റീജിയനിലും ക്യാമ്പിയം ഉണ്ട്. അതിന് നമ്മൾ കോർക്ക് ക്യാമ്പിയം എന്ന് പറയും. ഫസ്റ്റ് നമുക്ക് വാസ്കുലാർ ക്യാമ്പിയം എന്താണെന്ന് നോക്കാം. വാസ്കുലാർ ക്യാമ്പിയം ഇറ്റ് ഈസ് മെറിസ്റ്റമാറ്റിക് ലെയർ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ കട്ടിംഗ് ഓഫ് വാസ്കുലാർ ടിഷ്യൂ. എന്താ കട്ടിംഗ് ഓഫ് വാസ്കുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ വാസ്കുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സൈലം ആൻഡ് ഫ്ലോയ ആണ്. ആ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും കട്ടിംഗ് എന്ന് പറയുന്ന സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും സെൽ ഡിവിഷൻ നടത്തുന്ന മെറിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെയാണ് നമ്മൾ വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. ഈ യങ് സ്റ്റെമ്മിൻ്റെ കേസിൽ അതായത് അതുണ്ടാവുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ പാച്ചസ് ഓഫ് ടിഷ്യൂ ആയിട്ട് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കൂടെ അത് കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് സ്റ്റെം, യങ് സ്റ്റെമ്മിൽ കേട്ടോ, റൂട്ടിലല്ല. യങ് സ്റ്റെമ്മിൽ നമ്മൾ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാണുന്ന ഒരു പാച്ച് ഓഫ് ടിഷ്യൂ, ഇത് നോക്കിക്ക് കേട്ടോ, ഒരു പാച്ച് ഓഫ് ടിഷ്യൂ ഒരു ഗ്രീൻ കളറിൽ ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. ഈ സാധനമാണ് അതിൻ്റെ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ക്യാമ്പിയൽ റിങ് ഫോം ചെയ്യുന്നത്? ക്യാമ്പിയൽ റിങ് കംപ്ലീറ്റ് ഫോം ചെയ്യാന്ന് പറയുന്നത് അതായത് അത് ഇതിന് ഫുള്ള് ഇവിടെ ഈ ക്യാമ്പിയൽ റിങ് ഇവിടെ ഫില്ലാവണം, എന്നാലാണ് അത് ക്യാമ്പിയൽ റിങ് ഫോം ചെയ്തതെന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ വാസ്കുലാർ ക്യാമ്പിയം കണ്ടെയ്നിങ് ഇൻട്രാ ആൻഡ് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം, ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം പ്ലാന്റ് ഉണ്ടായപ്പോൾ തന്നെ പ്രൈമറിലി അത് സൈലത്തിൻ്റെ ഫ്ലോയത്തിൻ്റെ ഇടയിലുണ്ട്. ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്ന പിത്ത് റീജിയനിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന മെഡുലറി റേസ്, ആ മെഡുലറി റേസ് പാരൻ കൈമാറ്റസ് ആയിട്ടുള്ള മെഡുലറി റേസ് ഡീഡിഫറൻഷിയേഷൻ നടന്നിട്ട് വീണ്ടും മെറിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത ഒരു സെക്കൻഡറി മെറിസ്റ്റ് ഉണ്ടാവും. അതാണ് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ഉണ്ടായി കഴിയുമ്പോഴാണ് കംപ്ലീറ്റ് ഒരു റിങ് ഫോം ചെയ്യാൻ കഴിയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഈ ക്യാമ്പിയൽ റിങ് വന്നിട്ട് ആക്റ്റീവായി അത് ന്യൂ സെൽസിനെ കട്ട് ഓഫ് ചെയ്യാൻ തുടങ്ങും. ഇത് പുതിയ സെൽസിനെ, ഈ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം പുതിയ സെൽസിനെ കട്ട് ഓഫ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന സൈലോം ഫ്ലോയും ആണ്. ഫ്ലോയും ഇത് ഉണ്ടാക്കുന്ന പുറത്തേക്കും സൈലും ഇത് ഉണ്ടാക്കുന്ന അകത്തേക്കും ആയിരിക്കും. കാരണം എന്താ, ഈ കൺജോയിൻ കൊളാറ്ററൽ വാസ്കുലാർ ബണ്ടിൽസിൽ സൈലും ഉള്ളിലേക്കും ഫ്ലോയും പുറത്തേക്കും ആയിരിക്കുന്നത് നമുക്കറിയാലോ. അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സൈലത്തിന് നമ്മൾ സെക്കൻഡറി സൈലം എന്നും പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഫ്ലോയത്തിന് നമ്മൾ സെക്കൻഡറി ഫ്ലോയം എന്നുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഉള്ളിലേക്കുള്ള ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം കുറച്ച് മോർ ആക്റ്റീവ് ആയിരിക്കും.
പുറത്തേക്കുള്ളത് കുറച്ച് ലെസ് ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കുള്ള ക്ലീവേജ് അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള സെൽ ഡിവിഷൻ കൂടുതലായിരിക്കും അത് നടത്തുക. എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുണ്ടാകുന്ന സൈലത്തിൻ്റെ നമ്പർ പുതിയതായിട്ടുണ്ടാകുന്ന ഫ്ലോയത്തിൻ്റെ നമ്പറിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡറി സൈലം പ്രൈമറി സൈലവും കൂടി കൂടിയിട്ട് ഈ പ്രൈമറി ഫ്ലോയത്തിനെയും സെക്കൻഡറി ഫ്ലോയത്തിനെയും ഇട്ട് തിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അത്രയും കൺജസ്റ്റഡ് ആക്കുന്ന തരത്തിലായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി സൈലം ഇത് പ്രൈമറി സൈലം അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അതിൻ്റെ ഉള്ളിലുള്ള വെസൽസ് ഒക്കെ പതുക്കെ പതുക്കെ ക്ലോസ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക വെസലിൻ്റെ ഡയമീറ്ററൊക്കെ വളരെ നാരോ ആയിട്ട് മാറും. അതേപോലെ തന്നെ സെക്കൻഡറി സൈലവും എന്താവും വളരെ തിക്കായിട്ട് മാറും. ആ സെക്കൻഡറി സൈലത്തിൻ്റെ പുതിയതായിട്ടുണ്ടാകുന്ന ആ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയത്തിൻ്റെ ആ ഭാഗത്തിരിക്കുന്ന മാത്രം സെക്കൻഡറി സൈലം മാത്രമായിരിക്കും വെസൽസ് ഒക്കെ ഉള്ളതുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ കൂടിയായിരിക്കും സാധാരണ വാട്ടർ കണ്ടക്ഷൻ അന്നേരം നടത്തുക. അതല്ലാത്ത ബാക്കി എല്ലാ സെക്കൻഡറി സൈലവും അതുപോലെ തന്നെ പ്രൈമറി സൈലവും കംപ്ലീറ്റ് ക്ലോസ് ആയി പോകുന്ന രീതിയിലായിരിക്കും ഈ പറയുന്ന ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയത്തിൻ്റെ ഗ്രോത്ത് വന്നിട്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന ഈ മെഡുലറി റേസ് ഉണ്ടല്ലോ, അതായത് ഇതാണ് ഇതിൻ്റെ മെഡുലറി റേസ് എന്ന് പറയുന്നത്. സീ ഹിയർ, ദിസ് ഇസ് ദ മെഡുലറി റേസ്. ഈ മെഡുലറി റേസ് കേട്ടോ, ഈ ഒരു സ്ട്രക്ചറിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെഡുലറി റേസ് എന്ന് പറയുന്നത്. ഈ മെഡുലറി റേസ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ അറ്റൈൻ ദ സെക്കൻഡറി ഗ്രോത്ത്. കാരണം എന്താ, അത് ഇന്റർഫെസിക്കുലർ ക്യാമ്പിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താവും, കൂടുതൽ മെഡുലറി റേസ് അവിടെ ഉണ്ടാക്കുകയും ആ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിന് മോർ തിക്കാക്കുകയും ചെയ്യും. അത് സെക്കൻഡറി മെഡുലറി റേസ് ആയിട്ട് ആക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഉണ്ടാകുന്ന ടിഷ്യൂസിന് നമ്മൾ വാസ്കുലാർ ബണ്ടിലിൻ്റെ അല്ലെങ്കിൽ വാസ്കുലാർ ക്യാമ്പിയത്തിൻ്റെ ആ ഭാഗത്തുണ്ടാകുന്ന ടിഷ്യൂസിന് നമ്മൾ സെക്കൻഡറി ഫ്ലോയം, സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി മെഡുലറി റേസ്, ഇതുകൊണ്ടാണ് അത് അവിടുത്തെ തിക്നെസ് കൂടുന്നത്. ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ സെക്കൻഡറി സൈലം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ സെക്കൻഡറി സൈലവും അതുപോലെ സെക്കൻഡറി ഫ്ലോയും ഇതൊക്കെ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് കാണും. അതുപോലെ തന്നെ സെക്കൻഡറി ഫ്ലോയത്തിൽ പുതിയതായിട്ട് ഉണ്ടാവുന്നത് മാത്രമായിരിക്കും പിന്നീട് കണ്ടക്ഷൻ ഓഫ് ദ ഫുഡ് പാർട്ടിക്കിൾസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡറി സൈലത്തിൽ പുതിയതായിട്ട് ഉണ്ടാവുന്ന വെസൽസ് ആയിരിക്കും കുറച്ച് ഡയമീറ്റർ ഉള്ള വെസൽസും വാട്ടർ കണ്ടക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ബാക്കിയൊക്കെ എന്തായിട്ട് മാറും, ബാക്കിയൊക്കെ ഭയങ്കര നാരോ ആയിട്ട് മാറി ആ വുഡ് തിക്കനിങ് ആവാൻ കാരണമാവുകയും ചെയ്യും കേട്ടോ. So here this is the activity of the cambial ring. ഈ ക്യാമ്പിയൽ റിങ്ങിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് ഹാർട്ട്വുഡും സാപ്വുഡും ഒക്കെ ഉണ്ടാവും. അതേപോലെ ഓരോ സീസണിലും ഈ ക്യാമ്പിയൽ റിങ്ങിൻ്റെ ആക്ടിവിറ്റി വ്യത്യാസം ഉണ്ടാവും. അത് നമുക്കൊന്ന് നോക്കാം. സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും അത് രണ്ട്, ഇപ്പം നമ്മൾ ടെമ്പറേറ്റ് സോണിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് സ്പ്രിംഗ് സീസണും ഓട്ടം സീസണും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഇത് ട്രോപ്പിക്കൽ സോണിൽ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടെമ്പറേറ്റ് സോണിൽ നോക്കുമ്പോൾ ഈ സ്പ്രിംഗ് വുഡ് എന്ന് പറയുന്ന സ്പ്രിംഗ് സീസണിൽ ഈ വാസ്കുലാർ ക്യാമ്പിയത്തിൻ്റെ ആക്ടിവിറ്റി വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വുഡ് ഏർലി വുഡായിരിക്കും, പെട്ടെന്ന് തിക്നെസ് കൂടുന്ന തരത്തിലുള്ള വുഡായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തിക്നെസ് കൂടുമ്പോൾ ആ ഭാഗം അത്രമാത്രം ടാനിൻ്റെയും റെസിൻസിൻ്റെയും ഒന്നും ഡെപ്പോസിറ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് ലൈറ്റ് കളറിലായിരിക്കും കാണുന്നത്. അതിന് നമ്മൾ ഏർലി വുഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് വുഡ് എന്ന് പറയും. വിൻ്റർ സീസണിലെ ക്യാമ്പിയം ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ സൈലറി എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്ന വളരെ നാരോ ആയിട്ട് മാറും. എളുപ്പം അതിൻ്റെ ഉള്ളിൽ ടാനിൻസിൻ്റെയും റെസിൻസിൻ്റെയും ഒക്കെ ഡെപ്പോസിറ്റ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അതൊരു എന്താ പറയുക കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള റിംഗ് ആയിരിക്കും ഫോം ചെയ്യുക. അതിന് നമ്മൾ എന്താ പറയുക ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നാരോ ആയിട്ടുള്ളൊരു തിക്കനിങ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും നോക്കിക്കഴിഞ്ഞാൽ സ്പ്രിംഗ് വുഡിൽ ഉണ്ടാകുന്ന തിക്നെസ് എന്ന് പറയുന്നത് വലുതായിരിക്കും, ഓട്ടം വുഡിൽ ഉണ്ടാകുന്ന തിക്നെസ് ചെറുതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്പ്രിംഗ് വുഡിൽ ലൈറ്റ് കളറിലായിരിക്കും ആ തിക്നെസ് കാണുക, അത് ഓട്ടം വുഡിൽ ഡാർക്ക് കളറിലായിരിക്കും ആ തിക്നെസ് കാണുക. അപ്പോൾ നമ്മൾ ഈ ടെമ്പറേറ്റ് റീജിയനിലുള്ള പ്ലാന്റ്സിൻ്റെ ഒക്കെ പ്രായം കണക്കാക്കണമെങ്കിൽ നമ്മൾ ആ ഒരു റിങ്, ഒരു സ്റ്റെമ്മിൻ്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാം അതിൻ്റെ എത്ര ആനുവൽ റിങ് ഉണ്ടെന്ന് നോക്കിയിട്ട്. അതായത് ഒരു ഇയറിൽ ഒരു സ്പ്രിങ്ങും ഒരു ഓട്ടമാണ് ഉള്ളത്. ലൈറ്റ് ഡാർക്ക് ബാൻഡ്സ് ഉണ്ടെന്നനുസരിച്ച് നമുക്ക് ആ പ്ലാന്റിന്റെ പ്രായം കണക്കാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓട്ടം വുഡും സ്പ്രിംഗ് വുഡ് എന്ന് പറഞ്ഞാൽ ഓട്ടം സീസണിലും സ്പ്രിംഗ് സീസണിലും ഉണ്ടാക്കുന്നതാണെന്ന് ഓർത്തിരുന്നുള്ള. സ്പ്രിംഗ് വുഡ് എന്ന് പറഞ്ഞാൽ ക്യാമ്പിയൽ ആക്ടിവിറ്റി മോറുള്ളപ്പോൾ കൂടുതൽ വെസൽസിന്റെ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെസൽസ് കുറച്ചും കൂടെ മെച്യൂർ ആയിട്ട് കുറച്ച്
ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടാവില്ല. എന്തിൻ്റെ ഉള്ളിൽ? സ്പ്രിംഗ് വുഡിൻ്റെ ഉള്ളിൽ. ഓട്ടം വുഡിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ വെസൽസിൻ്റെ ആക്ടിവിറ്റി കുറച്ച് അത് കംപ്ലീറ്റ് ടാനിൻ്റെയും റെസിൻസിൻ്റെയും ഡെപ്പോസിറ്റൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഹാർട്ട്വുഡ് ആൻഡ് സാപ്വുഡ്. എന്താണ് ഹാർട്ട്വുഡും സാപ്വുഡും എന്ന് നോക്കാം. നമുക്ക് പഴയ മരങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്കൻഡറി സൈലും വന്നിട്ട് ഡാർക്ക് ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ ഓർഗാനിക് സബ്സ്റ്റൻസിൻ്റെ ഡെപ്പോസിറ്റ്, ടാനിൻസ്, റെസിൻസ്, ഓയിൽസ്, ഗംസ്, അരോമാറ്റിക് സബ്സ്റ്റൻസ്, എസെൻഷ്യൽ ഓയിൽ, ഇതിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ് കൊണ്ടാണ് ഇവർ ഡാർക്കായിട്ട് മാറുന്നത്. ഓക്കെ, അതേപോലെ ആ ഒരു റീജിയൻ ഇതിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ് കൊണ്ട് വളരെ ഹാർഡ് ആവുകയും ഡ്യൂറബിൾ ആവുകയും അതുപോലെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇതൊന്നും ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ അതൊന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, ഇൻസെക്റ്റ് ഒന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഭയങ്കര തിക്കായിട്ട് മാറുകയും ചെയ്യും. ഏത് റീജിയനാണ്? സെക്കൻഡറി സൈലും ഉള്ളിലേക്ക് പോകുന്നത്, പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ല കേട്ടോ. ആ ഒരു റീജിയനെ നമ്മൾ കംപ്രൈസ് ചെയ്ത് പറയുന്നതാണ് ഹാർട്ട്വുഡ് എന്ന്. അതിന് നമ്മൾ ഹാർട്ട്വുഡ് എന്ന് പറയും. ഈ ഹാർട്ട്വുഡ് എൻ്റെ ഒരു പ്രത്യേകത, വെസൽസ് ഒക്കെ കംപ്ലീറ്റ് ക്ലോസ് ആയിരിക്കും. ഈ ഹാർട്ട്വുഡിലൊക്കെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തൈലോസിസ് എന്ന് പറയുന്ന എക്സ്റ്റൻഷനൊക്കെ കാണാം. തൈലോസിസ് എന്ന് പറയുന്ന ബലൂൺ ലൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് പാരൻകൈമ ടിഷ്യൂ വിച്ച് വിൽ ബ്ലോക്ക് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ത്രൂ ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ഹാർട്ട്വുഡ് എന്ന് പറയുന്ന അത്രയും ബ്ലാക്ക് കളറിൽ കാണുന്ന ആ ഒരു പോർഷനെയാണ് അത് ഉള്ളിലേക്കുള്ള സെക്കൻഡറി സൈലം. ഇനി അതിൻ്റെ പുറത്തേക്കുള്ള സെക്കൻഡറി സൈലം കുറച്ച് വാട്ടർ കണ്ടക്ഷൻ ഇല്ലാതെ എന്തായാലും പറ്റില്ലല്ലോ. കാരണം എന്താ? വെള്ളം അതിൻ്റെ വേരിയിൽ നിന്ന് വലിച്ചെടുത്ത തടി വഴി ഉള്ള സൈലം വഴിയൊക്കെ പാസ് ചെയ്തിട്ട് വേണം മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ കണ്ടക്ഷൻ നടക്കുന്നത് പെരിഫറിയിലുള്ള സെക്കൻഡറി സൈലം വഴിയായിരിക്കും. കാരണം ആ റീജിയനിൽ വെസൽസ് ഒന്നും ക്ലോസ് ആയിട്ടുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സാപ്പ് വുഡ് എന്ന് പറയാം. ഓക്കെ, അവിടെ ആ സാപ്വുഡ് വന്നിട്ട് ലൈറ്റ് കളറിലായിരിക്കും ഇരിക്കുക. സാപ്വുഡ് ഇറ്റ് ഇൻവോൾവ് ഇൻ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ഓക്കെ, റൂട്ടിൽ നിന്ന് ലീഫിലേക്കുള്ള വാട്ടർ കണ്ടക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന സാപ്വുഡ് ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കോർ ക്യാമ്പിയാണ്. ഈ സ്റ്റീൽ റീജിയൻ ഇങ്ങനെ വണ്ണം വെച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റീൽ റീജിയൻ്റെ വണ്ണം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് എന്താ പറയുക, സ്റ്റീൽ റീജിയൻ വന്നിട്ട് അവിടെ അങ്ങനെ വല്ലാതെ കൺജസ്റ്റഡ് ആയി പോകും. അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ തടി അത്രയും വലുതായി എന്നും കൂടി ആവണമെങ്കിൽ എന്താവണം? അതിൻ്റെ കോർ ക്യാമ്പിയം കൂടെ വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ കോർ ക്യാമ്പിയത്തിൻ്റെ ആക്ടിവിറ്റി, സ്റ്റീൽ റീജിയന് കണ്ടിന്യൂസ് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ വാസ്കുലാർ ക്യാമ്പിയത്തിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് സ്റ്റീൽ റീജിയന് കണ്ടിന്യൂസ് ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ കോർട്ടിക്കൽ ലെയറും എപ്പിഡെർമിസ് ലെയറും ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം അത് വളരെ കൺജസ്റ്റഡ് ആയി പോകും അല്ലേ. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോർക്കിൻ്റെ റീജിയനിൽ അല്ലെങ്കിൽ കോർട്ടെക്സ് റീജിയനിൽ വന്നിട്ട് പുതിയൊരു ക്യാമ്പിയം ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് അവിടെ പൊട്ടിപ്പോവാതെ, സെല്ല് പൊട്ടിപ്പോവാതെ അവിടെയും വലുപ്പം വയ്ക്കുള്ളൂ അല്ലേ. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ക്യാമ്പിയാണ് കോർ ക്യാമ്പിയം ഓർ ഫെല്ലോജൻ. ഈ കോർ ക്യാമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി സെക്കൻഡറി ഇൻ ഒറിജിൻ ആണ് കേട്ടോ. അത് സാധാരണ അത് കാണുന്നത് കോർട്ടെക്സ് റീജിയനിലാണ്. അതുപോലെ ഫെല്ലോജൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ ലെയർ തിക്കൊന്നും അല്ല. നമ്മൾ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം പറഞ്ഞപ്പോൾ അത് സിംഗിൾ ലെയർ തിക്ക് ഇൻ ദ കേസ് ഓഫ് സ്റ്റെം എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചത്. പക്ഷേ ഫെല്ലോജൻ ഇൻ ദ കേസ് ഓഫ് ഇൻ ദ കോർട്ടെക്സ് റീജിയൻ ദറ്റ് ഈസ് മൾട്ടിപ്പിൾ ലെയർ ആണ്. കുറച്ച് ലെയേഴ്സ് ഉണ്ടാവും. അതേപോലെ ഫെല്ലോജൻ എന്ന് പറയുന്ന ഒരു റിങ്, ആ ഫെല്ലോജൻ സെക്കൻഡറി ഇൻ ഒറിജിൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോഡെർമിസ് ഈസ് കോളൻകൈമ ഇൻ ദ കേസ് ഓഫ് ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെം. ഡൈക്കോട്ടിലിഡിനസ് റൂട്ടിൻ്റെ കേസിലാണ് ഇത് പാരൻകൈമ തന്നെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈപ്പോഡെർമിസിൻ്റെ താഴെയുള്ള ജനറൽ കോർട്ടെക്സ് റീജിയൻ പാരൻകൈമയാണ് ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ. അപ്പോൾ ആ പാരൻകൈമ സെൽസ് ആണ് സാധാരണ ഫെല്ലോജൻ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫെല്ലോജൻ കുറച്ച് ലെയേഴ്സ് ഉണ്ടാവും. അതുണ്ടാകുന്ന ഡിഫറൻഷിയേഷൻ വഴിയാണ് അത് രണ്ട് സൈഡിലേക്കും സെൽസിനെ കട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഔട്ടർ ലെയറിലേക്ക് കട്ട് ചെയ്യുന്നത്, അതായത് പുറം ഭാഗത്തേക്ക് നടക്കുന്ന ഡിവിഷന് കോർക്കാക്കി അല്ലെങ്കിൽ ഫെല്ലം എന്ന് പറയുന്ന ഒരു ലെയർ ആക്കി ആയിരിക്കും മാറ്റുക. അതായത് ഫെല്ലം എന്ന് പറയുന്ന ലെയർ പുറത്തേക്ക് ഉണ്ടാവുകയും അതുപോലെ സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം എന്ന് പറയുന്ന ലെയർ അകത്തേക്ക് ഉണ്ടാവുകയും ചെയ്യുക. ഇതിനകത്ത് ഈ കോർക്ക് എന്ന് പറയുന്ന ലെയർ ഉണ്ടല്ലോ, അതായത് പുറത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന ലെയർ വാട്ടറിന് ഇംപെർമിയബിൾ ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കോർക്ക് ലെയറിൽ സുബറിൻ ഡെപ്പോസിറ്റ് ഉണ്ടാവും അതിൻ്റെ സെൽ വോളിൽ. ഓക്കെ, അതുപോലെ സെക്കൻഡറി കോർട്ടെക്സ് സാധാരണ പാരൻകൈമാറ്റ സെൽസ് ആണ്. അതേപോലെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ 3 ലെയേഴ്സ് ആ ഒരു സ്റ്റെമ്മിൻ്റെ അല്ലെങ്കിൽ റൂട്ടിൻ്റെ കോർട്ടെക്സ് റീജിയനിൽ കാണുന്ന 3 ലെയേഴ്സ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ എപ്പിഡെർമിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫെല്ലം ആയിരിക്കും അല്ലെങ്കിൽ കോർക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെല്ലോജൻ ആണ് ഉണ്ടാവുക. ഫെല്ലോജൻ കഴിഞ്ഞിട്ട് പിന്നെ ഫെല്ലോഡേം എന്ന് പറയുന്ന ആ ഒരു ലെയറാണ് ഉണ്ടാവുക. ഇതിനെ 3നെയും കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് പെരിഡേം. ഓക്കെ,
അപ്പോൾ ഈ പെരിഡേമിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ കോർ ക്യാമ്പിയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന പ്രഷർ, ആ പ്രഷർ പെരിഫറൽ ലെയറിൽ റിമെയിൻ ചെയ്യും, അല്ലെങ്കിൽ പെരിഫറൽ ലെയർ പൊട്ടിച്ച് അത് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, എന്നിട്ടത് പെരിഫറൽ ലെയർ പൊട്ടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക എപ്പിഡെർമിസ് ഒക്കെ പൊട്ടി പുറത്ത് വരുന്നത്. അത് ഞാൻ പിന്നെ പറയാം. ഇനി നമ്മൾ നോക്കിയാൽ ഒരു ഫെല്ലോജൻ ലെയർ പതുക്കെ സ്ലഫ് ഓഫ് ആയി പോകും. അതായത് പതുക്കെ എന്താ പറയുക, കുറച്ച് ഡൈ ആയിട്ടിരിക്കുന്ന പോലെയോ, അതായത് നമ്മൾ ആ 3 ലെയർ പൊട്ടി പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈക്ക് കോർ ക്യാമ്പിയം എന്ന് പറയുന്നത് ഈ ലെയർ ഉണ്ടല്ലോ, ഈ ലെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഫെല്ലോഡേമും ഇങ്ങോട്ട് ഫെല്ലോവും ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അവിടെ ഒരു റപ്ചറിങ്ങിനൊക്കെ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ആ ബാർക്ക് എന്ന് പറയുന്നത് എന്താണെന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ആ റപ്ചറിങ്ങിനെ പറ്റി പഠിക്കാം കേട്ടോ. എന്താണ് ബാർക്ക് എന്ന് പറയുന്നത്? സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് ബാർക്ക് എന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് ട്രീ ട്രങ്ക് എന്ന് പറഞ്ഞാൽ പഠിക്കാറ് അല്ല. എന്താണ് ഈ ബാർക്ക് എന്ന് ചോദിച്ചാൽ ഒരു നോൺ ടെക്നിക്കൽ ടേമാണ് ബാർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വാസ്കുലാർ ബണ്ടിലിൻ്റെ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയത്തിൻ്റെ പുറത്തേക്കുള്ള ബാക്കി എല്ലാ ഭാഗത്തിനെയും കൂടി കൂടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു നോൺ ടെക്നിക്കൽ ടേമാണ് ബാർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിലാണ് എന്തിരിക്കുന്നത്? ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം ഇരിക്കുന്നത്. ആ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയത്തിൻ്റെ ഡിവിഷൻ നടന്നിട്ടുണ്ടാകുന്ന ഫസ്റ്റ് ലെയർ പുറത്തേക്ക് ഉണ്ടാകുന്ന സെക്കൻഡറി ഫ്ലോ ആണ്. അപ്പോൾ സെക്കൻഡറി ഫ്ലോയും ബാർക്കിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ പ്രൈമറി ഫ്ലോ ആണ് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ടുണ്ടാകുന്ന സെല്ല് തള്ളിവിടുന്ന പ്രൈമറി ഫ്ലോയും പുറത്തേക്ക്. ആ പ്രൈമറി ഫ്ലോ ആണ് സെക്കൻഡ് ലെയർ ആയിട്ട് കാണുക. പിന്നെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്ന എന്താണ്? അതിൻ്റെ പെരിസൈക്കിൾ, എൻഡോഡെർമിസ്, അതേപോലെ കോർട്ടെക്സ് റീജിയനിലെ പെരിഡേം ലെയർ, ഇതിനെല്ലാം കൂടി കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയാ? ബാർക്ക് എന്ന് പറയാം. ബാർക്ക് എന്ന് പറയുന്ന ഇപ്പോൾ സെക്കൻഡറി ഫ്ലോയും മുതൽ പുറത്തേക്കുള്ള ട്രീയുടെ പാർട്ടിന് അതിന് നമ്മൾ ട്രങ്ക് എന്ന് പറയും കേട്ടോ. സോറി, ബാർക്ക് എന്ന് പറയും. അപ്പോൾ ഈ ബാർക്ക് എന്ന് പറയുന്ന ട്രീ ട്രങ്ക്, പാർട്ട് ഓഫ് ട്രീ ട്രങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് സെക്കൻഡറി ഫ്ലോയത്തിൻ്റെ പുറത്തേക്കുള്ള ഭാഗത്തിനെയാണ് ഓർത്തിരുന്നോളാം. അതേപോലെ ബാർക്ക് ഫോം ചെയ്യുന്ന ഏർലി സീസൺ ഫോം ചെയ്യുന്ന ബാർക്കിന് നമ്മൾ സോഫ്റ്റ് ബാർക്കെന്നും, അതേപോലെ ലേറ്റ് സീസണിൽ ഫോം ചെയ്യുന്ന ബാർക്കിന് നമ്മൾ ഹാർഡ് ബാർക്ക് എന്നുമാണ് പറയുക. ഓക്കെ, ഇനി ഫെല്ലോജൻ നമ്മൾ പറഞ്ഞു, അത് കട്ട് ചെയ്യുന്ന സമയത്ത് പാരൻകൈമാറ്റ സെൽസ് അതിൻ്റെ ഹൈപ്പോഡെർമിസും കഴിഞ്ഞ്, സ്റ്റെമ്മിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ അതിൻ്റെ ഹൈപ്പോഡെർമിസും കഴിഞ്ഞ് ഡിവിഷൻസ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പാരൻകൈമാറ്റ സെൽസ് റപ്ചർ ചെയ്യും, അത് എപ്പിഡെർമിസിനെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും. അത് എപ്പിഡെർമിസിനെ ഡിസ്റ്റർബ് ചെയ്യുകയും ഇത് റപ്ചർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഓപ്പണിംഗ് ആണ് ലെൻറ്റിസെൽ എന്ന് പറയുന്നത്. ഈ എപ്പിഡെർമിസ് പൊട്ടിപ്പോയിട്ട് ഉണ്ടാകുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഈ ഒരു ഓപ്പണിങ്ങിനാണ് നമ്മൾ എന്ത് പറയാ? ലെൻറ്റിസെൽ എന്ന് പറയാം. അതേപോലെ ദ സെൽസ് വിച്ച് ഈസ് കവറിങ് ദിസ് ലെൻറ്റിസെൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ കോംപ്ലിമെന്ററി സെൽ. അതിനെ കവർ ചെയ്തിട്ട് കാണുന്ന അല്ലെങ്കിൽ റപ്ചർ ചെയ്ത് പുറത്തേക്ക് വരുന്ന പുതിയ പാരൻകൈമാറ്റ സെൽസ് ഇന്റർസെല്ലാർ സ്പേസോട് കൂടി കാണുന്നതിന് നമ്മൾ കോംപ്ലിമെന്ററി സെൽസ് എന്നും പറയും കേട്ടോ. ഈ ലെൻറ്റിസെൽ എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ഔട്ടർ അറ്റ്മോസ്ഫിയർ ആൻഡ് ഇന്റേണൽ ടിഷ്യൂ ഓഫ് ദ സ്റ്റെമ്മിൻ്റെ ഇന്റേണൽ ടിഷ്യൂവും ഔട്ടർ അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഒരു ഗേഷ്യസ് എക്സ്ചേഞ്ചിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലെൻറ്റിസെൽ. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് ഇൻ റൂട്ടിലെ സെക്കൻഡറി ഗ്രോത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡൈക്കോട്ട് റൂട്ടിനകത്ത് സെക്കൻഡറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സെക്കൻഡറി ഇൻ ഒറിജിൻ ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ടിനകത്ത് നമുക്കറിയാം, റൂട്ടിനകത്ത് അതിൻ്റെ സൈലോം ഫ്ലോയോ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് അതിൻ്റെ സ്റ്റീൽ റീജിയൻ എങ്കിൽ ഇതിനകത്ത് നമ്മൾ കാണുന്ന സൈലോം ഫ്ലോയും സൈലം എവിടെ ഇരിക്കുന്നെങ്കിൽ, ഫ്ലോയും എവിടെ ഇരിക്കുന്നെങ്കിൽ സൈലം ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അപ്പോൾ ഫ്ലോയും സൈലം, ദെൻ ഫ്ലോയും സൈലം ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തേക്കുക അല്ലേ. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ നിന്ന് തന്നെ അറിയാം നമുക്ക് ഇത് 2 റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 റേഡിയസിലാണ് ഈ പറയുന്ന സൈലോം ഫ്ലോയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പെരിസൈക്കിൾ വന്നിട്ട് ഈ ഭാഗത്തേക്കിടെ കാണുന്ന ഒരു സിംഗിൾ ലെയർ ആയിരിക്കും ഇതിൻ്റെ പെരിസൈക്കിൾ എന്ന് പറയുന്ന ലെയർ. അതേപോലെ ദ ടിഷ്യൂ പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ 2 വാസ്കുലാർ ബണ്ടിൽ, 2 വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് സൈലോം ഫ്ലോയാണ് വാസ്കുലാർ ബണ്ടിൽ. ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഈ ഒരു സെല്ല്, ഈ ഒരു സെല്ലാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? മെരിസ്റ്റമാറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു സെല്ലിനെയാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, അതിനെയാണ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ കൺജങ്ക്റ്റീവ് ടിഷ്യൂ ആണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അറിയോ? ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെരിസ്റ്റമാറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞിട്ടൊന്നും പറയാനില്ല. ഈ ഈ കൺജങ്ക്റ്റീവ് ടിഷ്യൂ ആണ്
സെക്കൻഡറി തിക്കനിങ്ങിന് കാരണമാണ്. അപ്പോൾ കൺജങ്ക്റ്റീവ് ടിഷ്യൂ കംപ്ലീറ്റ് ഡിഫറൻഷിയേഷൻ നടന്നിട്ടുണ്ടാകുന്ന പാരൻകൈമ ടിഷ്യൂ ആണ്. അത് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിൽ കൂടെ ഡെവലപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കേ, പോർഷൻ ഓഫ് ദ പെരിസൈക്കിൾ ടിഷ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സി ഹിയർ ഇറ്റ് ഹാസ് ഗിവൻ, നമ്മുടെ NCERT ലെവലിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. ഫ്ലോയത്തിൻ്റെ നേരെ താഴെ കാണുന്ന പോർഷൻ ഓഫ് പെരിസൈക്കിൾ ടിഷ്യൂ, പ്രോട്ടോസൈലത്തിൻ്റെ നേരെ മേലെ കാണുന്ന കണ്ടിന്യൂസ് വേവ് റിങ്, അതൊരു മെരിസ്റ്റമാറ്റിക് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയും അതുപോലെ സർക്കുലർ ആയിട്ട് മാറുകയും ചെയ്യും. അതുപോലെ അത് ആണ് സെക്കൻഡറി തിക്കനിങ്ങിന് കാരണമാവുകയും ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം റൂട്ട് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണ്, റൂട്ടിൻ്റെ പെരിസൈക്കിളിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, ലാറ്ററൽ റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് മിക്കവാറും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നമ്മൾ നോക്കിയാൽ സെക്കൻഡറി ഗ്രോത്ത് സാധാരണ നടക്കുന്ന സെക്കൻഡറി ഗ്രോത്ത് സ്റ്റെമ്മിലും റൂട്ടിലും, ഡൈക്കോട്ടിലിഡിന് സ്റ്റെമ്മിലും റൂട്ടിലാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ജിംനോസ്പേമിലും സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ട്. മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ സാധാരണ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കമ്പൽസറി ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തെങ്ങൊക്കെ കണ്ടിട്ടില്ലേ, പാം, കോക്കനട്ട് ട്രീ, അങ്ങനത്തെ കുറേ പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സെക്കൻഡറി തിക്കനിങ് ഉണ്ടാവില്ലേ? നമ്മൾ ഉണ്ടായി വരുമ്പോൾ തെങ്ങിനൊന്നും അത്രയും വണ്ണമൊന്നും കാണാറില്ല. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവർക്ക് വണ്ണം വയ്ക്കുക അല്ലേ. പക്ഷെ അവർക്ക് അതൊരു ക്യാമ്പിയം റിങ്ങിൽ നിന്നുള്ള വണ്ണമല്ല, അതിൻ്റെ ചില സെൽസിൻ്റെ എലോങ്ങേഷൻ അല്ലെങ്കിൽ സെൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ടുണ്ടാകുന്ന ഗ്രോത്ത് ആണ് കേട്ടോ. അത് സെക്കൻഡറി തിക്കനിങ് എന്ന് പറഞ്ഞാൽ അത് ലാറ്ററൽ മെരിസ്റ്റം കൊണ്ടുണ്ടാകുന്ന, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കൊണ്ടുണ്ടാകുന്നതല്ല. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫാൾസ് സെക്കൻഡറി തിക്കനിങ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ സെക്കൻഡറി തിക്കനിങ് എന്ന് പറയുന്നത് ഒരു ഡൈക്കോട്ടിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും ജിംനോസ്പേമിൽ നമ്മളത് കാണാറുണ്ട്. പക്ഷേ ജിംനോസ്പേമിൻ്റെ കേസിൽ നമ്മൾ ഈ സെക്കൻഡറി തിക്കനിങ് നടക്കുന്നുണ്ട്, അതിന് ഒരുപാട് വണ്ണമുള്ള വുഡ് ഉണ്ട് അല്ലെങ്കിൽ റൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെയൊന്നും നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു വുഡായിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സൈലം ഫൈബേഴ്സ് ആബ്സെൻ്റ് ആണ്. ഈ സൈലം ഫൈബറൊക്കെയാണ് ഈ ഡെഡ് ടിഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ റെസിൻസിൻ്റെയും ടാനിൻസിൻ്റെയും ഡെപ്പോസിറ്റൊക്കെ കൊണ്ട് നമ്മുടെ സൈലത്തിനെയൊക്കെ വളരെ സ്ട്രോങ് ആക്കി മാറ്റുന്നത്. അത് ജിംനോസ്പേമിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാം അത് ശരിക്കും പറഞ്ഞാൽ ഈ ജിംനോസ്പേം ഒന്നും നമുക്ക് ഫർണിച്ചേഴ്സ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാവില്ല. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഈസി ചാപ്റ്റർ ആണ്, വേഗം റിവൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചാപ്റ്റർ ഞാൻ ആ പറയുന്ന ഓർഡറിൽ തന്നെ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പോയിക്കോളണം കേട്ടോ. അത്യാവശ്യം എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, സാധാരണ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ.